إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم ليشهدوا منافع الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരന്മാരെ, മക്കളെ കുറച്ചുകൂടി മുന്നിലേക്ക് കയറിയിരിക്കണം. സൊഫിൽ വിടവുകളുണ്ട്, പുറകിലുള്ള ആൾക്കാരൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ ചില സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും മാസങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ഒക്കെ ചില പ്രത്യേകതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമാക്കിയ അത്തരം ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചതുപോലെ തന്നെ 4 പവിത്രമായ മാസങ്ങൾ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് പോലെ, അതുപോലെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായ ഷഹ്റു റമദാൻ, ആ മാസത്തിലെ തന്നെ വിശിഷ്ട ദിനമായ ലൈലത്തുൽ ഖദർ, വിശിഷ്ട രാവായ ലൈലത്തുൽ ഖദർ, അതുപോലെ പ്രത്യേകമാക്കിയതാണ് മുഹറം. അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. ഇങ്ങനെ ചില സന്ദർഭങ്ങൾ, സമയങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഒക്കെ അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസത്തെയും അള്ളാഹു ചീത്ത ദിവസമാണ് എന്ന് പറഞ്ഞിട്ടില്ല, നഹ്സിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ. അപ്രകാരം ചില സ്ഥലങ്ങൾക്കും അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. മക്ക പോലെ, മദീന പോലെ, മസ്ജിദുൽ അഖ്സ പോലെ, അള്ളാഹുവിന്റെ ഭൂമിയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ മസാജിദുകൾ പോലെ, ആ മക്കയുടെയും മദീനയുടെയൊക്കെ പരിസര ഭാഗങ്ങൾ പോലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിം ഹറമ മക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ ഹറമാക്കിയതുപോലെ വഅന ഉഹർരിമു ബൈന ലാബതൈഹാ, അവിടെ മസ്ജിദുൻ നബവിയെയും അതിന്റെ പരിസര ഭാഗങ്ങളെയും ഞാനിത് ഹറമാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കാണ്. അതുപോലെ കാണാം, അല്ലാഹുമ്മ ജഅൽനാ ബിൽ മദീനത്തി ദുഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറക. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം, അല്ലാഹുവേ, പരിശുദ്ധ മക്കക്ക് നൽകിയ ബറക്കത്തിനേക്കാൾ ഇരട്ടി അനുഗ്രഹം, ബറക്കത്ത് മദീനക്ക് പ്രദാനം ചെയ്യണേ. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കുകയും പരിശുദ്ധമാക്കുകയും പവിത്രമാക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്ത സമയമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹു അക്ബർ.
ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദുകളായ ആബിദീങ്ങളായ അടിമകളായ സൽക്കർമ്മകാരികളായ ആളുകൾക്ക് വേണ്ടി, അവർക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവന്റെ ദാനമാണ്, സമ്മാനമാണ്, അനുഗ്രഹമാണ് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അത്തരത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ 10 ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വരാനിരിക്കുന്നതാണ്. ഈ ദിവസങ്ങളുടെ പ്രാധാന്യം വലുതാണ്. നുസൂസുകളിൽ, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇത് രണ്ടും ജീവിതത്തിന്റെ മാർഗമാക്കിയ സ്വഹാബത്തും താബിഉകളും തബഉൽ അത്ബാഇകളും നാളിതുവരെയുള്ള അഹ്ലുസുന്നയുടെ കിബാറുകളായ പണ്ഡിതന്മാരും ഒക്കെ പഠിപ്പിച്ച കാര്യം അതെന്താണ്? ഈ ദിവസങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട് എന്നാണ്. ഒന്നാമത്തെ ദലീൽ വിശുദ്ധ ഖുർആനാണ്. ഇസ്ലാമിന്റെ അസ്ലു ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 89ാമത്തെ അധ്യായം സൂറത്തു അൽ ഫജ്റിന്റെ 1-2 ആയത്തുകളെ തെളിവാക്കി. ഏതായത്ത്? വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ്, രാത്രികൾ തന്നെയാണ് സത്യമെന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പ്രമുഖ മുഫസ്സിറായ അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ എന്നവരെ തൊട്ടുദ്ധരിക്കുന്നത് കാണാം. അൽ മുറാദു ബിഹാ, ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ആശറു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഈസുൽ മുഫസ്സിറായ ഹബ്റുൽ ഉമ്മ അവിടുന്ന് പറയുന്നത് അത് ആദ്യത്തെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ പറയും കാണാം 22ാമത്തെ അധ്യായം നമ്മളിവിടെ ഓതി വെച്ച ആയത്ത് 28ാമത്തെ ആയത്തിൽ കാണാം വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമ, നിശ്ചിതമായ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് പറയുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു എന്ന് ഈ ആയത്തിന്റെ തഫ്സീറായി അവിടുന്ന് പറയാം. അതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ കാണാം ആയത്തിന്റെ തഫ്സീറായി തന്നെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ 10 ദിവസത്തേക്കാൾ പുണ്യമനുഷ്ഠിക്കൽ, സുഹൃതമനുഷ്ഠിക്കൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണോ അത്? ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും. എപ്രകാരമല്ലാതെ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 969ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി പറയണതേ അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഉത്തമമാണ്. ഇപ്രകാരമല്ലാതെ ഏത് നിലക്കാണെങ്കിൽ സ്വന്തം നഫ്സും സ്വന്തം സമ്പത്തുമായി, ശരീരവും സമ്പത്തുമായി ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിലേക്ക് പുറപ്പെടുകയും എന്നിട്ട് അതിൽ നിന്ന് ഒന്നും തിരിച്ചു കൊണ്ടുവരാതെ രണ്ടും യുദ്ധഭൂമിയിൽ നിക്ഷേപിച്ചവൻ, അങ്ങനെ തിരിച്ചവന്റെ കുടുംബത്തിലേക്ക് വരാൻ പറ്റാത്ത മനുഷ്യൻ ഒഴികെയാണ്, അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അല്ലെങ്കിൽ ശ്രേഷ്ഠതാർക്കാണ്? ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ഈ ആയത്തിനെ, ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് മറ്റേത് മാസങ്ങളിലെ കർമ്മങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം ഈ ദിവസങ്ങളിലെ അഥവാ ദുൽഹിജ്ജയിലെ 1 മുതൽ ദുൽഹിജ്ജയിലെ 10 വരെയുള്ള ആ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളാണ് എന്നാണ്. വീണ്ടും ദലീൽ കാണാം വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ തൊട്ട് മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹ്
ولا أعظم أجرا من خير يعمله في عشر الأضحى. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത് ആ ഒരു മാസത്തിലേക്കാണ്. ആ ഒരു മാസത്തിലേക്ക് അല്ലാഹു തആല ആ പരിശുദ്ധ മാസത്തിലേക്ക് നമ്മൾ എത്തിക്കുമാറാകട്ടെ. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ അതിമഹത്തരമാണ്. പുണ്യം ചെയ്യുക എന്നത്, അമലുകൾ അനുഷ്ഠിക്കുക എന്നത് സൽക്കർമ്മകാരികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന മറ്റു ദിവസത്തെക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങൾക്കാണെന്നാണ്. അവിടെ ഹദീസിൽ വന്നതാണ്, തന്റെ സ്വത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചവരൊഴികെ മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടതാണെന്നാണ്. എത്ര സ്ഥലത്ത് നിറങ്ങൾ ഈ ദുൽഹിജ്ജയുടെ മഹത്വത്തെ വിവരിക്കുന്ന ആയത്തുകൾ തന്നെ പുറയും കാണാം. ഉദാഹരണമായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 142-ാമത്തെ ആയത്തിൽ കാണാം. وواعدنا موسى 30 ليلة وأتممناها ب10. മൂസാ നബി അലൈഹിസ്സലാമയോട് 30 രാത്രിക്ക് നാം വാഗ്ദാനം നടത്തുകയുണ്ടായി. അതിനെ ഒരു 10 കൊണ്ട് നാം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ 40 ദിവസം അള്ളാഹു വാഗ്ദാനം ചെയ്തു. അള്ളാഹുവുമായി അള്ളാന്റെ അടുത്തേക്ക് വരാനും അവിടുന്ന് ചില കാര്യങ്ങൾ പഠിക്കാനൊക്കെ. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ് പൂർവികരായ സ്വഹാബികളെയും താബിഈകളെയും തബഉ തബായികളെയും തൊട്ട് അന്ന 30, ഈ 30 ദിവസം എന്ന് പറഞ്ഞാൽ ഹിയ ദുൽഖഅദ, അത് ദുൽഖഅദയിലെ 30 ദിവസമാണ്. വൽ അശർ, പിന്നീട് 10 കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അശറു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസവുമാകുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ആയത്തും ഹദീസും തെളിവാണ്. എന്തിന്? മറ്റേത് ദിവസത്തെക്കാൾ പവിത്രമായ ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ അല്ലാഹു തആല വാരിക്കോരി നൽകുന്ന ഒരു സമയത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നത് ഒരുപാട് സ്ഥലത്ത് കാണാം. ശ്രേഷ്ഠ ദിവസങ്ങളാണ് ഈ 10 ദിവസം എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബ ഇലൈഹിം മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹുവിന്റെ അടുക്കൽ ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു ദിവസമോ അതിലുള്ള കർമ്മത്തെക്കാൾ ഉത്തമമായ കർമ്മമോ ഇല്ല. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ 10 ദിവസങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി അൽ-ഹറാനി, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ 20-ാം നൂറ്റാണ്ട് കണ്ട ലോകത്തെ ഏറ്റവും വലിയ ഇമാമും മുജദ്ദിദും ഫഖീഹും മുഹഖിഖുമായ അല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ മുഹഖിഖീങ്ങളിൽ ഫഖഹാക്കളിൽ പ്രസിദ്ധനായ അവിടുത്തെ ശിഷ്യൻ കൂടിയായ സൗദി അറേബ്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിഅ. അഹ്ലുസുന്നയുടെ ഉലമാക്കളൊക്കെ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട് ഇതിന്റെ. എന്തറിയോ? ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. എന്നാൽ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. അല്ലാഹു അക്ബർ കബീറ. ഈ ശൈഖുൽ ഇസ്ലാമിന്റെ ഈ വാചകത്തെ വിവരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം പറയുന്ന വാക്കൊക്കെ നമ്മളെ ഖൽബ് വിശാലമായി ഖൽബിനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളാണ്. അത്ര ഹൃദ്യമാണ്. കാരണം അതിന്റെ ഫളല് വിശാലമാണ്, അതിന്റെ മഹത്വം വിശാലമാണ്. എത്രത്തോളം അറിയുങ്ങള് സ്വഹാബത്തിന്റെ കാലഘട്ടം ശേഷമുള്ള സലഫു സ്വാലിഹീങ്ങളായ, അതുപോലെ ആ സലഫു സ്വാലിഹീങ്ങളുടെ പിൻഗാമികളായ താബിഈകളുടെയും തബഉ തബായികളുടെയും കാലഘട്ടം,
അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അത്ഭുതമാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധനാണ്. അൽ ഫുഖഹാഹു സബ്അ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും മെമ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൻ നബവിയിൽ അദ്ദേഹം പറയുന്നതായി കാണാം, ഇമാമിന്റെ പെരടിയല്ലാതെ 40 കൊല്ലം മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. 40 കൊല്ലം ഇമാമിന്റെ പെരടിയല്ലാതെ വേറൊന്നും കണ്ടില്ല എന്നാൽ 40 കൊല്ലം ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താത്ത മഹാനാണ് സഈദ് ഇബ്നു ജുബൈർ. 4 ദിവസം നമുക്കാർക്കെങ്കിലും 4 ദിവസം അവകാശപ്പെടാൻ പറ്റും? 4 ദിവസം. അല്ലാഹു അക്ബർ. അവിടുത്തെ വാക്കെന്തറിയോ? അവരെങ്ങനെ ഈ ദിവസത്തെ കണ്ടത് എങ്ങനെ അറിയോ? അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ കുറിച്ച് കാണും, ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. ദാരിമി അദ്ദേഹത്തിന്റെ സുനനിലും ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിലും ഒക്കെ ഉദ്ധരിച്ച ഹദീസ് അഥർ സ്വീകാര്യോഗ്യമാണ്. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ 10 ദിവസം ആഗതമായി കഴിഞ്ഞാൽ, റമളാനെ കുറിച്ചല്ല, ദുൽഹിജ്ജയെ കുറിച്ചാണ്. ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാർ, അഥവാ അങ്ങേറ്റം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന്. മഹത്തുക്കളുടെ ജീവിതമാണത്. മൈമൂൻ ഇബ്നു മെഹ്റാൻ അദ്ദേഹം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാത്തിബാണ്. മഹാനായ സാഹിദായ പണ്ഡിതനാണ്. അഹ്ലുസുന്നത്തിൽ പരിചയമുള്ള ഒരുപാട് അഥറുകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരുമ ശിഷ്യരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, എന്തറിയോ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഈ അവസാന സമയമായാൽ ഞാൻ ധാരാളം ആളുകളെ കണ്ടത് യുക്കബ്ബിറൂന ഫിൽ അശ്ർ, ജനങ്ങളെ കണ്ടത് അവര് ധാരാളമായി തക്ബീർ ചൊല്ലുന്നവരായിട്ടാണ്. എത്രത്തോളം അവരുടെ തക്ബീർ കടലിലെ തിരമാലകൾ പോലെ അലടിക്കുന്നുണ്ടാകുന്നതാണ്. കടലിലെ തിരമാലകൾ പോലെ അലയടിക്കുമാർ അവിടെ തക്ബീറുകൾ ഇങ്ങനെ മുഴങ്ങാറുണ്ടായിരുന്നു. എവിടെ? ദുൽഹിജ്ജയുടെ 1 മുതൽ അയ്യാമുത്ത ശരീഖിന്റെ 13ന്റെ അസർ വരെയും, അല്ലെങ്കിൽ ഒറൂബ് വരെയും, സൂര്യാസ്തമനം വരെയും. അവിടെ ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറയണതല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സലഫ് സ്വാലിഹീങ്ങൾ എത്രത്തോളം ഈ ദിവസങ്ങളെ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠങ്ങൾ അതൊക്കെ. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രത്യേകത ദുൽഹിജ്ജക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രത്യേകത വന്നത്? മഹാനായ ഹാഫിദുദ് ദുനിയ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രസിദ്ധമായ വാചകം. വേറെയും അസറുകൾ കാണാം, വേറെയും വചനങ്ങൾ കാണാം. വല്ലദി യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ. ദുൽഹിജ്ജ ഈ 10 ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണം, ഈ ദിവസങ്ങൾക്ക് ഇത്രയും മഹത്വം വരാനുള്ള കാരണം, പ്രധാനപ്പെട്ട എല്ലാ ആരാധനകളും ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നു എന്നതിനാലാകാം. എല്ലാ ഇബാദത്തുകളും ഒരുമിക്കുന്നു എന്നതാണ്. നോക്കൂ, മറ്റൊരു മാസത്തിലുമില്ലാത്ത ഇബാദത്തിന്റെ സംഗമ ഭൂമി, പരിശുദ്ധ റമളാനിൽ പോലുമില്ലാത്ത ഇബാദത്തിന്റെ സംഗമ കേന്ദ്രമാണ് ദുൽഹിജ്ജ മാസം. എന്നിട്ട് അദ്ദേഹം എന്നാണ് വഹിയ, ഏതൊക്കെയാണത്? അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽഹജ്ജു വല യതഅത്താ ദാലിക ഫി ഗൈരിഹി. അവ നിസ്കാരം, നോമ്പ്, സദഖ, അതുപോലെ ഹജ്ജ്, ഇങ്ങനെ ഈ ആരാധനകൾ മുഴുവനും ഈ ദിവസങ്ങളിൽ മാത്രമാണ് ഒന്നിച്ചു വരുന്നത് എന്നാണ്. റമളാനിൽ പോലുമില്ലാത്ത സൽക്കർമ്മങ്ങളുടെ സംഗമ ഭൂമിയാണ്, അല്ലെങ്കിൽ സംഗമ മാസമാണ്. അവയെ കൂടിച്ചേരുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ. എത്രത്തോളം നിറങ്ങൾ ഇവയുടെ പ്രാധാന്യത്തെ, എന്തുകൊണ്ട് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് അല്ലാമ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു പോയിന്റ് നിറങ്ങൾ, കൂടാതെ അറഫയും ബലിയും നിലയിൽ നിൽക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. അറഫയുള്ളത് ദുൽഹിജ്ജയിലാണ്, ഹാജിമാരുടെ അറവുള്ളത് ദുൽഹിജ്ജയിലാണ്, ലോകത്തെ മുസ്ലിം ദുൽഹിജ്ജയിലാണ്. ഇതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മാസത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത്
കേവല സംസാരങ്ങൾക്കും വർത്തമാനങ്ങൾക്കും തമാശകൾക്കും അപ്പുറം, ലാഘവത്വമുള്ള ഒരു കാഴ്ചപ്പാടുകൾക്കപ്പുറം, എല്ലാം എന്ത് കേട്ടാലും നിസ്സാരവൽക്കരിക്കുന്ന ഒരു ചീഞ്ഞ നിലപാടിനപ്പുറം, നമ്മൾ പറയില്ലേ എന്ത് കേട്ടാലും ആര് പറഞ്ഞാലും, ചില ആൾക്കാരെങ്ങനെ വെച്ചാല് നമ്മൾ വിചാരിച്ച ആള് പറഞ്ഞാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ്. അങ്ങനെയാണ്. അപ്പോ ഇതേ സത്യം തന്നെ വേറൊരാൾ പറഞ്ഞാൽ അത് അയാളല്ലേ പറഞ്ഞത്, വേറൊരാൾ പറഞ്ഞാൽ അത് അയാളല്ലേ പറഞ്ഞത്, ഇപ്പൊ വേറൊരാൾ പറഞ്ഞാലോ അത് അയാളല്ലേ പറഞ്ഞത്. പിന്നെ നമുക്ക് പറ്റിയ ആള് പറഞ്ഞാൽ മാത്രം. കൂട്ടരങ്ങൾ ആലോചിച്ച് നോക്കി, ശരിയാണത്. അഹ്ലുസുന്നത്തിന്റെ അഹലുകാരാണെങ്കിൽ മാത്രം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. പിഴച്ച അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളുടെ വാചകങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ അഹ്ലുസുന്നത്തിന്റെ അഹലുകാരുടേതാണ് എന്ന് ഉറപ്പുള്ള ഈ വരികളോട് നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കും? വെറും വർത്തമാനത്തിൽ മാത്രമാണോ? ചില ആൾക്കാർക്ക് അങ്ങനെ വർത്താനത്തിൽ അഹ്ലുസുന്ന ഉണ്ടായാൽ മതി, വർത്താനത്തിൽ സലഫിയത്ത് ഉണ്ടായാൽ മതി, ചില കാട്ടിക്കൂട്ടലിൽ മാത്രം സലഫിയത്ത് മതി. അല്ല, പോരെ പ്രിയമുള്ളവരെ, അത് ജീവിതത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. കോലം കെട്ടൽ മാത്രമല്ല, രൂപത്തിൽ മാത്രമല്ല, ഖൽബിലും നാവിലും കാതിലും സംസാരത്തിലും എല്ലാറ്റിലും സലഫിയത്ത് ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാല് കുറച്ച് ഗൗരവമുള്ള വിഷയത്തോണ്ടാണ്. ശരി, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മാസത്തിലേക്ക് പ്രവേശിച്ചാൽ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ആരാധനകളും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നിസ്കാരമാണ്. അവസാനത്തെ വാക്കാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വഫാത്താകുന്ന നിമിഷത്തിലുള്ള അവസാനത്തെ വസിയത്താണ്. വസായ ആഖിർ വസായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ, ഈ നിസ്കാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമളാനിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരുന്നു അതൊന്നും കൂടി ആവർത്തിക്കാം. കാരണം റമളാൻ കഴിഞ്ഞ് ആവേശമൊക്കെ ഇങ്ങനെ തണുത്ത് കുറച്ചൊക്കെ ഇങ്ങനെ പിന്നാക്കാണെന്ന് തോന്നുമ്പോഴേക്കാണ് അല്ലാഹു തആല നമുക്ക് ദുൽഹിജ്ജയെ കൊണ്ടുവന്നു തരുന്നത്. അപ്പൊ ഒന്നും കൂടി ആവേശമായിട്ട് കൃത്യം വഖത്തുകൾക്കൊക്കെ പള്ളിയിലെത്തുക, കൂടെ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബകൾ, അതുപോലെ തഹജ്ജുദ്, അതുപോലെ ദുഹാ, അങ്ങനെ തുടങ്ങി നിസ്കാരമായി പഠിപ്പിക്കപ്പെട്ടതൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുസീബത്ത് കേട്ടാലുള്ള 2 റക്അത്ത് നിസ്കാരം പോലും, വുളുവിന്റെ 2 റക്അത്ത് നിസ്കാരം പോലും, നാട്ടിലേക്ക് തിരിച്ചെത്തുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന 2 റക്അത്ത് നിസ്കാരം പോലും, പള്ളിയിലേക്ക് ആദ്യമെത്തിയാൽ ഇമാമ മിമ്പറിലേക്ക് കയറുന്നത് വരെ എത്രയും ഈ രണ്ടായിട്ട് എത്രയുമുള്ള നിസ്കാരം വരെ ഏതൊക്കെയാണോ അല്ലാഹു പഠിപ്പിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചത് അതൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഒപ്പം നിലനിർത്താനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, അലൈക ബികത്റത്തി സുജൂദ്, അലൈക ബികത്റത്തി സുജൂദി ലില്ലാഹ്, താങ്കൾ അധികമായി അല്ലാഹുവിന് സുജൂദ് ചെയ്യുക. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة. صحيح മുസ്ലിമിൽ 486 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. താങ്കൾ അധികമായി അല്ലാഹുവിന് സുജൂദ് ചെയ്യുക. നിസ്കാരം വർദ്ധിപ്പിക്കാൻ പറയാം. താങ്കൾ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അത് മുഖേന അല്ലാഹു താങ്കളുടെ ദർജയെ ഉയർത്താതിരിക്കില്ല. ഓരോ സുജൂദിന്റെ മഹത്വം എന്താ? ദർജ ഉയരും, പദവി ഉയരും. താങ്കളിൽ നിന്ന് ഒരു പാപം മായ്ച്ചു കളയാതിരിക്കുകയുമില്ല. അതായത് ദർജ വർദ്ധിക്കുകയും പാപത്തെ അല്ലാഹു തആല മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ്. എനിക്ക് ഈ ഹദീസ് വായിക്കുമ്പോൾ ഓർമ്മ വന്നൊരു കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ പറയാം. എപ്പോ ഈ ഹദീസ് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം എന്താ അറിയോ? സാധാരണഗതിയിൽ ആളുകൾ നിസ്കാരത്തിലേക്ക് വന്നാല് ഇമാമ് ഒരുപക്ഷെ റുക്കൂവിലുണ്ടാവുക. ഇമാമ റുക്കൂവിൽ നമ്മൾ എത്തുമ്പോഴേക്കും സമീഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് പിന്നെ ഇമാമ നേരെ സുജൂദിലേക്ക് പോകും. അപ്പൊ കാണാൻ ഇങ്ങനെ നിൽക്കണം, 4 ഉറക്കം നോക്കിയിട്ട് മൂപ്പര് ഉയരട്ടെ, മൂപ്പര് ഉയരട്ടെ, എന്നിട്ട് കൂടെ കൂടാ. കാരണം എന്താ, ഇനിയിപ്പൊ അവിടെ പോയി 2 റക്അത്ത് സുജൂദ് പോണ്ടേ, മടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാന്റെ റസൂല് പറയാ, ആ സുജൂദ് നിന്റെ ദറജ വർദ്ധിപ്പിക്കും, നിന്റെ പാപത്തെ പൊറുപ്പിക്കും. അപ്പൊ നമ്മൾ കുറച്ച് വാശിക്ക് ഇപ്പൊ അങ്ങനെ ഒന്നും പൊറുക്കണ്ട, നമ്മ കുറച്ച് വാശിയപ്പോ ആരോട് വാശി? അവനവനോട്, അവനവന്റെ ആഖിറത്തോട്. എത്ര ആൾക്കാരെ കാണാൻ അറിയോ? വലിയ വലിയ ആൾക്കാരൊക്കെ തന്നെ കാണാം അങ്ങനെ നിൽക്കണാണ്, ബാക്കിൽ ഇങ്ങനെ നിൽക്കണം. എവിടെയാണോ എത്തിയത് അവിടെ കൂടുക എന്നാണ്, അവിടെ കൂടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിലൊക്കെ ജാഗ്രത കാണിക്കുക.
രണ്ടാമത്തെ കാര്യം നോമ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഉമ്മുന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ വയൗമ ആശൂറ വ3 അയ്യാം മിൻ കുല്ലി ഷഹർ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കുറിച്ച് പറയാണ്. എന്തിനു വേണ്ടി? വിശ്വാസികളായി നമുക്ക് പകർത്താൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിൽ 9 മുഹറം 10 എല്ലാ മാസങ്ങളിലും 3 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഏതൊക്കെയത്? ദുൽഹിജ്ജയിൽ 1 മുതൽ 9 വരെ. 2 മുഹറം 10 കൂടെ 9 വേറെ ഹദീസുണ്ട്. പിന്നെ അയ്യാമുൽ ബീദിന്റെ 3 നോമ്പ് കൂടെ തിങ്കളും വ്യാഴവും വേറുണ്ട്. ഈ ഹദീസിൽ വന്നതാ പറഞ്ഞത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ യസൂമു 9 ദിൽഹിജ്ജ. ഈ ഹദീസിന് 2 വ്യാഖ്യാന ലോകത്ത് ആളുകളൊക്കെ വ്യാഖ്യാനിച്ചതും അഹ്ലുസുന്ന പഠിപ്പിച്ചതും ദുൽഹിജ്ജയുടെ 1 മുതൽ, ശരിക്കും ശ്രദ്ധിക്കുക, ഉറങ്ങരുത്, ദുൽഹിജ്ജയുടെ 1 മുതൽ 9 വരെയും നോമ്പെടുക്കണം എന്ന ഹദീസിലുള്ളത്. എന്നാൽ രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് ദുൽഹിജ്ജ 9 നോമ്പെടുക്കണം. രണ്ടായാലും എന്താണ്? നോമ്പെടുക്കണം. നമ്മൾ ആദ്യത്തേതാ സ്വീകരിക്കേണ്ടത്. ഏത്? ആദ്യം പറഞ്ഞ വ്യാഖ്യാനം, അതാണ് ശരിയായ വ്യാഖ്യാനം. അതാണ് കുറച്ചുകൂടി ശ്രേഷ്ഠതയുള്ള വ്യാഖ്യാനം. ദുൽഹിജ്ജയുടെ 1 മുതൽ 9 വരെയും തുടർച്ചയായി നോമ്പ് നിൽക്കുക. വ്യാഴം വരും, വെള്ളി വരും, അതിൻ്റെ ഇടയിൽ ശനിയും വരും. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കുക. ഇനി അതിന് പറ്റാത്തൊരാളാണെങ്കിൽ കഴിയെങ്കിൽ ദുൽഹിജ്ജ 9 നോമ്പ് നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സലഫുകളുടെ ചര്യയിൽപ്പെട്ടതാണ്, അഹ്ലുസുന്ന വൽ ജമാ പഠിപ്പിച്ചതാണ്. വിശിഷ്യ അറഫ നോമ്പ്. സുയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത അല്ലതി ഖബലഹു വസ്സനത അല്ലതി ബഅദഹു. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ 1162 നമ്പർ ഹദീസ്. അറഫ നോമ്പ് അതിന് മുമ്പത്തെ ഒരു വർഷത്തെയും അതിന് ശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ, യഅനി സഗീറായ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കുന്ന ഒരു നോമ്പാണ് അറഫയുടെ നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. പ്രിയമുള്ളവരെ, മൂന്നാമതായി നമ്മൾ ഈ മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്, നേരത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്, ഏറ്റവും നല്ല കർമ്മങ്ങളാണ് ഈ മാസത്തിൻ്റെത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഹദീസിന്റെ താഴ്ഭാഗത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറൂ ഫീഹിന്ന മിനത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ദുൽഹിജ്ജ 1 മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ അതിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിക്കുക. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്നത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അങ്ങനെയായിരുന്നു സ്വഹാബത്തുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് 2 പേരെ മാത്രം പരിചയപ്പെടുത്തരാം. 2 പേരും കിബാറുകളാണ്, നമ്മളെ പോലെയല്ല, സ്വർഗത്തിന്റെ അഹലുകാരാണ്. കാന ഇബ്നു ഉമറ വ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹും കുല്ലിഹിം അജ്മഈൻ. ഈ 2 പേരും യഖ്റുജാനി ഇലസ്സൂഖ്, അവര് അങ്ങാടിക്ക് പോകും. എന്തിനെന്നറിയോ? ഫി അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസത്തിലും. എങ്ങനെ? യുക്കബ്ബിറാൻ, ഈ 10 ദിവസങ്ങളിൽ അങ്ങാടികളിൽ പോയി അവർ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങാടി പോണെന്തിനാണ്? തക്ബീർ ചൊല്ലാൻ. അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം, വല്ലാത്ത വാക്കാണ് അതൊക്കെ. അപ്പൊ നമ്മൾ പറയും അന്നത്തെ കാലത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നത്തെ കാലത്ത് ഇപ്പൊ അതൊന്നും പറ്റൂല. അതൊക്കെ ഉള്ളില് നിഫാഖിന്റെ അംശം വിട്ടുപോകാത്തോണ്ട് തോന്നണ ചിന്തയാണ്. മുഅ്മിന് തോന്നൂല. ഏത് കാലത്തും എവിടെയും നമുക്ക് തക്ബീർ ചൊല്ലാം.
ഈ രാജ്യത്ത് അതിന് യാതൊരു അനുവാദക്കേടുമില്ല. ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു കുഴപ്പമില്ല. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ചൊല്ലാനുള്ള മനസ്സുണ്ടായാൽ മതി. അപകർഷതാബോധം, ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന ആ സൈക്കോളജിക്കലി വളരെ വീക്കായ ഒരു നിലപാടെടുത്ത് വലിച്ചെറിയണം. അവനാന്റെ ദീനാണ്. ഇസ്ലാം ഉമർ ഖത്താബ് പറഞ്ഞു, ഇസ്ലാം കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയെന്നാണ്. അതെ, ഇസ്സത്ത് ഇസ്ലാമാണെന്ന് ബോധമുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ശിആറുകൾ മുറുകെ പിടിക്കണം. ചൊല്ലണം നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കാരണം സലഫുകളുടെ മാർഗ്ഗം അതാണ്. അതായത് നേരത്തെ പറഞ്ഞത് മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു അലകടലിന്റെ ഇരമ്പൽ പോലെ സ്വഹാബത്തിന്റെ താബിഈകളുടെ തബഉല്ലത്ബായിങ്ങളുടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെയാണ്. അവരുടെ ശബ്ദം ഇങ്ങനെ അലയടിക്കുമെന്നാണ്, ഒരു കടലിന്റെ ഇരമ്പൽ പോലെ. നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കൽ നമ്മുടെ നാട്ടില്? കാരണം തക്ബീർ രണ്ട് തരത്തിലാണ്. ഒന്ന് മുത്തലഖും, മറ്റൊന്ന് മുഖയ്യദും. എന്താ മുത്തലഖ് എന്ന് പറഞ്ഞാൽ, ദുൽഹിജ്ജ 1 മുതൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ആ 1 മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന സമയം വരെയും നിരന്തരമായി തക്ബീർ ചൊല്ലുക. യാത്രയിൽ, ജോലിയിൽ, വീട്ടിൽ, മസ്ജിദിൽ, എങ്ങനെ ശബ്ദമുയർത്തി തന്നെ മുത്തലഖായി. ഇനിയോ മുഖയ്യദായി. എന്താ തെളിവ്? വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവെ സ്മരിക്കുക എന്ന ആയത്ത് ഈ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ ആയത്ത്, ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ മുഖയ്യദായി എന്ന് പറഞ്ഞാൽ യൗമു അറഫ, ആ അറഫയുടെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖിന്റെ അസർ വരെ. വിശിഷ്യ മഹാനായ മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ പറഞ്ഞു, ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഇസ്തിഗ്ഫാറും അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക എന്നാണ്. മുഖയ്യദായി ഇത് നമുക്ക് ഉണ്ടാകണം പ്രിയമുള്ളവരെ. 4-മത്, ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് കഴിഞ്ഞൊരു ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്, യൗമുൻ നഹറുള്ള യൗമുൻ നഹർ. ഇതാണ് ഹജ്ജുൽ അക്ബർ, അറവിന്റെ ദിവസം. ഉദ്ഹിയ്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവരെവിടെ ഇറക്കും, നമ്മൾ ഇവിടെ ഇറക്കും. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമമായ ദിവസം ബലി നൽകുന്ന ദിവസമാകുന്നു. അപകർഷതാബോധത്തിൽ തിരിഞ്ഞു പോകാനല്ല പറഞ്ഞത്, ബലി സമർപ്പിക്കുന്ന ദിവസമാകുന്നു. ഒരാടിനെയെങ്കിലും അറുക്കാനുള്ള ആണത്തവും തന്റെ ഇടവും ഉമ്മത്ത് മുസ്ലിമെ കൈവരിക്കേണ്ടതുണ്ട്. എന്തിനൊക്കെ ചെലവാക്കണ പൈസ, എന്തിനെല്ലാം. ഒരു കല്യാണക്കട വന്ന, ഒരു വിരുന്ന് വന്ന, എല്ലായിടത്തും പൈസ ഉണ്ടാക്കും മനുഷ്യന്മാര്. ഉളുഹിയത്ത് വന്നാലോ ആരിടത്തും പൈസ ഉണ്ടാവില്ല. എന്തറിയോ, നമ്മുടെ നിലപാടിന്റെ പ്രശ്നമാണ്. അതൊക്കെ അത്ര മതി, അള്ളാഹ്ക്കുള്ളതല്ലേ. പിന്നെ പരക്കാർക്കുള്ളത് മാത്രം കുറച്ച് പ്രാധാന്യത്തോടു കൂടി കാണും. പെണ്ണുങ്ങൾക്കുള്ളതാവുമ്പോ കുറച്ചുകൂടി, മക്കൾക്കുള്ളതാവുമ്പോ കുറച്ചും കൂടി, അല്ലേ? ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. ഞാൻ ഇങ്ങനെ പറയുന്നത് ആരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടല്ല, നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വളരെ ഗൗരവമുള്ള കാര്യം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഏറ്റവും നല്ല ദിവസം ബലി നൽകുന്ന ദിവസമാകുന്നു. പിന്നീട് ഖർറ് ദിവസം. എന്താ ഖർറ് എന്ന് പറഞ്ഞറിയോ? ദുൽഹിജ്ജ 11-ന്റെ ദിവസമാണ്. അതായത് ഹാജിമാരൊക്കെ മിനയിൽ രാപ്പാർക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഈ അയ്യാമു തശ്രീഖ് എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസങ്ങളാണ്. ഒപ്പം തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. അള്ളാഹ് അങ്ങനെ പ്രത്യേക ദിവസം തന്നെ തരാണ്. തിന്നാനും കുടിക്കാനും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ദിവസം. പിന്നെയോ അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനുള്ള ദിവസം. എന്താ നബി പറഞ്ഞറിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ അയ്യാമു അഖ്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി അസ്സ വജൽ. മറ്റൊരു റിപ്പോർട്ടിൽ ദിക്രില്ലാഹ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ അത് തീറ്റയുടെയും കുടിയുടെയും അള്ളാഹുവിനെ ഓർമ്മിക്കാനുള്ള ദിവസവുമാണ്. അതാണ് പ്രിയമുള്ളവരെ പെരുന്നാളിന്റെ പിറ്റേന്ന് മുതൽക്കുള്ള ദിവസങ്ങൾ അയ്യാമു തശ്രീഖ്. ഓരോന്നും പ്രത്യേകമാണ്, ഓരോന്നും. അതുകൊണ്ട് നമ്മളൊന്ന് ഒരുങ്ങണം.
നന്നായിട്ട് ഒരുങ്ങണം. അബൂദാവൂദ് മറ്റും ഉദ്ധരിക്കുന്ന ചില ഹദീത്തുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവന്റെ അടിയാറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവസരമാണ്, ദാനമാണ് സൽക്കർമ്മങ്ങൾക്കുള്ള അവസരങ്ങൾ. അതുകൊണ്ട് ആ സൽക്കർമ്മങ്ങൾക്കുള്ള അവസരം, അള്ളാന്റെ ദാനം, സമ്മാനം, അത് ഒരു പ്രത്യേക അവസരം, അത് നമ്മൾ സ്വീകരിക്കണം എന്ന അർത്ഥത്തിൽ വരുന്ന ചില ഹദീത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് ഇതൊക്കെ. ഞാൻ അവസാനിപ്പിക്കാം. കൂടാതെ നമ്മൾ സത്യസന്ധമായ തൗബ ചെയ്യണം. തൗബത്തുൻ നസൂഹ. എല്ലാം ഏറ്റു പറയണം. റമളാനിൽ നമ്മളൊക്കെ ഏറ്റു പറഞ്ഞു. എല്ലായ്പ്പോഴും നമ്മൾ ഏറ്റു പറയും അള്ളാഹിനോട്. എല്ലാ ഫജ്റിന്റെ മുമ്പും തഹജ്ജുദിന്റെ വേളകളിൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സുഹൂറിന്റെ സമയത്ത് അള്ളാഹിനോട് ഏറ്റു പറയണവർ നമ്മള്. അതുപോലെ പ്രത്യേകമായി ദിവസങ്ങൾ അള്ളാഹിന്റെ മുന്നിലെല്ലാം ഏറ്റു പറയാനുള്ള അവസരങ്ങളാണ്. അതുപോലെ നമ്മൾ സ്വതക്ക നിർവഹിക്കണം, ധാരാളമായി സ്വതക്ക. റമളാനിൽ നമ്മൾ കൊടുത്തവരാണ്. അതുപോലെ ദുൽഹിജ്ജയുടെ 10 ദിവസവും നമ്മൾ കൊടുത്തോണ്ടേയിരിക്കണം പറ്റണത്ര. അതുപോലെ ധാരാളമായി ദുആ ചെയ്യണം. സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവനവന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി, നാടിന്റെ സമാധാനത്തിന് വേണ്ടി, എല്ലാറ്റിലും ഉപരി എന്ന് പറഞ്ഞാൽ അതൊരു വെറും വാക്കായി പോകുമെന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലെ ദഅവത്തിനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനു വേണ്ടി ഈ മണ്ണിൽ, ഈ രാജ്യത്ത് 300 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഹിജാസിൽ നിന്ന് ഈ രാജ്യത്തേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി ആളുകൾ കടന്നു വന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. പ്രിയമുള്ളവർ, ഈ രാജ്യത്തേക്ക്, ആ രാജ്യത്തിന്റെ അസ്ഥിതിവിശേഷത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വളക്കൂറുള്ള ദഅവത്തിന് വളക്കൂറുള്ള ഒരു മണ്ണാക്കി രാജ്യത്തെ നിലനിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര കിറ്റായും ഭക്ഷണമായും വസ്ത്രമായും ആകെ പെരുന്നാൾ കന്ന കാണാം. പെരുന്നാൾ കിസ്വ, പെരുന്നാൾ പുടവ. അൽഹംദുലില്ലാഹ് ഖൈറാൻ. അവിടെ നിർത്തരുത്. പറ്റണത്ര. എങ്ങനെയാണോ ഒരു വ്യക്തി ഏറ്റെടുക്കാൻ പറ്റുമോ, ഒരു കുടുംബത്തെ ഏറ്റെടുക്കാൻ പറ്റുമോ, ഒരു വിധവ ഏറ്റെടുക്കാൻ പറ്റുമോ, മക്കളെ ഏറ്റെടുക്കാൻ പറ്റുമോ, ഒരു സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരെ ഏറ്റെടുക്കാൻ പറ്റുമോ? എന്താണോ നമുക്ക് പറ്റുക, ചെറുതാണെങ്കിലും ആ ചെറുത് നമ്മൾ ഏറ്റെടുക്കുക. ഓരോരുത്തരും ഏറ്റെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാർ. കാരണം അതിശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ഇസ്സത്ത് ഈ വിശിഷ്ടമായ ദിവസങ്ങളെ പരിഗണിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇത്തിബാഅോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഖുർറത്ത് അഈനായ മക്കളാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.